ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്ളോഗിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. അത് ഒരു സ്പെഷ്യൽ വ്ളോഗ് തന്നെയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ദുബായിൽ നിന്നും ഞാൻ ഹത്തയിലേക്കാണ് പോകാൻ പോകുന്നത്. ഹത്ത എന്ന അതിമനോഹരമായ പ്രദേശത്തേക്കാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം എന്ന് വെച്ചാൽ ചുറ്റും നമ്മുടെ മൗണ്ടനാണ്, ഒരു അതിമനോഹരമായ മൗണ്ടൻ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സെൻറ്ററിലാണ് റോഡ് വന്നേക്കുന്നത്. അതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തിട്ട് പോകേണ്ടത്. അതൊരു വലിയൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നത്തെ പോകാൻ പോണത് മസ്ഫൂത്ത് മ്യൂസിയത്തിലേക്കാണ് പോകാൻ പോണത്. അപ്പം ഞങ്ങൾ 2-3 ഡെസ്റ്റിനേഷൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് പോകാൻ പോകുന്നതാണ് മസ്ഫൂത്ത് മ്യൂസിയം. ഏകദേശം നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിട്ട്, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് മസ്ഫൂത്ത് മ്യൂസിയം എന്ന് പറയുന്നത്. പുറമേ നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു മ്യൂസിയം തന്നെയാണ്. പക്ഷേ എന്നാലും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ചുറ്റിനും മൗണ്ടനാണ്. അതിൻ്റെ സെൻറ്ററിലാണ് ഈ ഒരു മ്യൂസിയം വന്നത്. അപ്പോൾ ഈ മ്യൂസിയത്തിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേപോലെ തന്നെ നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നേരെ ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് പോകാൻ പോണത്. മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 വീരങ്കികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ ഒരു ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ എൻട്രി ഫീ ഉണ്ട് ഇവിടെ. അപ്പോൾ എൻട്രി ഫീ എടുത്തിട്ടാണ് ഞങ്ങൾ കയറാൻ പോണത്. എന്തായാലും മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കട്ടെ അവിടെ എന്താണെന്ന്. ആരുടെ പുറത്തിരുന്ന? നിന്റെ പുറത്തിരുന്ന ബാഗായിരിക്കും. ഇത്ര പഴയ ബാഗ് നീ കേട്ടുള്ളൂ. അതായത് ഈ ബാഗ് എന്ന് പറയണതെന്ന് വെച്ചാൽ ഈ കഴുതയുടെ പുറത്തിരുന്ന ബാഗാണ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊക്കെ അറിയാൻ പറ്റുമല്ലോ, പഴയ കാലത്ത് ചെമ്പുകളാണ്. ഇതെന്തിനോ ഈന്തപ്പഴം അങ്ങനത്തെ സെറ്റപ്പാണ്. ഇതെന്താ? കാലത്തെ ഐറ്റംസ്, ടൈപ്പ് ഓഫ് റോപ്പ് ദാറ്റ് ഈസ് ഈസി ടു ഷേപ്പ്. അതായത് റോപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളാണ്. റോപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം. ഡോറ് കണ്ട ഇത് കണ്ട. ഇപ്പൊ ഈ ഡോറ് അടച്ച് നമ്മുടെ പണ്ടത്തെ പോലെ ഇങ്ങനെ കൊളുത്തിയിടാൻ പറ്റിയ ഡോറ്. അടിപൊളിയല്ലേ? എടാ വരക്കാര മണിക്കൂർ കഴിഞ്ഞിട്ട് പോയി കാണും. ഷെയ്ഖ് റാഷിദ് കേപ്പ് നോട്ട് ഇൻ ഹിസ് പേഴ്സണൽ ഡയറി. പുള്ളിയുടെ പേഴ്സണൽ ഡയറിയിൽ എന്തോ വെച്ചിട്ടുണ്ട്, പണ്ടത്തെ ഉണ്ട് ഇത്. അപ്പോൾ എന്താണ് എഴുതിയേക്കണമെന്നൊന്ന് ഗൂഗിളിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജോബിനോട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്നും കൂടി നോക്കാം നമുക്കത്. മലയാളത്തിലേക്കൊക്കെ ഒന്നുകൂടി പറഞ്ഞ നിന്നാണ് നിന്റെ സംരക്ഷണം വന്നിരിക്കുന്നത്. നീ കാണുന്ന ഒരു സാക്ഷികളെ ഞങ്ങളുടെ നാഥ ഞങ്ങളോട് ക്ഷമിക്കണമേ. കാരണം ഇപ്പോൾ നിന്നിൽ വാതിലുകൾ കഴിഞ്ഞില്ല. മസ്ഫൂത്ത് മ്യൂസിയത്തിൻ്റെ ധാരാളം ചരിത്രങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. പഴയ ഫോട്ടോകളും പുരാതന വസ്തുക്കളും പുതിയ കണ്ടെത്തലുകളും ഏറ്റവും പഴയ പരമ്പരാഗതമായ ഉപകരണങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കട്ടെ. ഈ ഡ്രസ്സൊക്കെ കണ്ടില്ല, പഴയ കർഷകരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രസ്സുകളും ചെരുപ്പുകളുമാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. പഴയ അതായത് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സാധനങ്ങൾ പോലും ഇവിടെ ഉണ്ട്. ഇനിയും കുറേ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞത്. ഇതിന് വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ട് കേട്ടോ ഈ മ്യൂസിയത്തിന്. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം.
പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വന്നപ്പോൾ കണ്ട മൗണ്ടൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലടങ്ങിയിരിക്കുന്ന സ്റ്റോണുകളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏതൊക്കെ സ്റ്റോണുകളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കണമെന്നും അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു അറിവ് തന്നെയായിരുന്നു, ഒരു പുതിയ അറിവ് തന്നെയായിരുന്നു. എന്തൊക്കെ ഇതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമ്മൾ കാണുമ്പോൾ എല്ലാത്തിനും ഒരേ കളറ്, പകുതി എത്തുമ്പോൾ വേറെ കളർ ഉണ്ടായിരുന്നു, പാറ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു എനിക്കത്. മൗണ്ടനിൽ അധിവസിക്കുന്ന ജീവികളെ പോലും ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞത് ഞാൻ രണ്ടാമത്തെ തവണയും കൂടെ ഈ ഏരിയയിൽ വന്നിട്ടില്ല, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കറങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഈ മൗണ്ടനിലൊക്കെ ഈ ആടിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണാറുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. ഉറപ്പല്ലേ ഇതൊക്കെ ഒറിജിനലാണ്? ഉറപ്പാണ്, എനിക്ക് തോന്നുന്നല്ലോ ഇത് ഒറിജിനലാണെന്ന് തോന്നുന്നുണ്ടാ. അടിച്ചു വെച്ചിട്ട് നോക്കി. ആ പോർഷനിൽ നിന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോഴാണ് അടിപൊളി ഒരു കാഴ്ച തന്നെ കണ്ടത്. കാരണം എന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ടുള്ള ഒരു സീനറി തന്നെയായിരുന്നു കണ്ടത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ ദയ മൂവിയാണ്, മഞ്ജു വാര്യറിൻ്റെ അറബികളുടെ മജ്ലിസ് എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ടൊക്കെയാണ് അവർ നമ്മൾ ഫുഡ് കഴിക്കണം, അവരുടെ ഫ്രീ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണത് പോലും. അതേപോലെ തന്നെ ഇപ്പം നമ്മളും ഫുഡ് മന്തിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ മജ്ലിസിലൊക്കെ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് നമ്മൾക്ക് ഇപ്പം. വെള്ളം കോരാനാണെന്ന് ആ എക്സ്പ്ലനേഷൻ നീ തരരുത് എനിക്ക്. ഇതിന്റെ പേരാണ് ഞാൻ ചോദിച്ചത്, കണ്ടുപിടിക്കും. എടാ നീ ഏതായാലും ഗ്രാമത്തിലല്ലേ, നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ പട്ടണത്തിൽ ജീവിച്ചു വളർന്നവനാണ്, ഞാൻ പട്ടണത്തിൽ ജീവിച്ചു വളർന്നവനാണ്. കുഗ്രാമക്കാർക്ക് ഇത് പറഞ്ഞൂടെ? ഇതെനിക്കറിയാം. ഞാൻ കർഷകരുണ്ടല്ലോ, അവരുടെ ആയുധങ്ങളാണ് ഇതിൽ കാണിച്ചത്. കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യണം. അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടിപൊളി സ്ഥലത്തേക്കാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതാണ് ബീരങ്കി. ബീരങ്കി കാണിച്ചു തരാ ഗൈസ്. നിനക്ക് പിന്നെ ബീരങ്കി അല്ലേ, ബീരങ്കി അല്ലേ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് തയ്യാറാണ്, ഇത് ഒറിജിനൽ അല്ല. പക്ഷേ നമുക്ക് ഞാൻ മൈസൂരൊക്കെ പോയപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അടുത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും വെച്ചിരിക്കുന്നത് ഇത് ഒറിജിനൽ ആയിരിക്കും. ഇത് ഇതല്ലേ പക്ഷെ ഇതൊക്കെ ഒറിജിനലാണ്. പക്ഷെ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് വാച്ച് ടവേഴ്സ് പക്ഷെ ഫോട്ടോ എടുക്കണം. ഇവിടെ നല്ല ഇതില്ലേ, അപ്പൊ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
മ്യൂസിയം കണ്ടു തീർന്നു. ഇന്ന് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്, പക്ഷേ ഒരു നല്ലൊരു കാഴ്ചകളാണ് നമുക്ക് സമ്മാനിച്ചത്. അതേപോലെ തന്നെ ഇവിടുത്തെ പുറത്തുള്ള സ്ഥലം നോക്കി ആ വ്യൂ ആണ് ഏറ്റവും പൊളി എന്ന് പറയണം. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡൊക്കെ അങ്ങോട്ട് ചേഞ്ച് ആവും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇവിടുത്തെ നിൽക്കുമ്പോൾ തന്നെ. അതേപോലത്തെ വ്യൂ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിഞ്ഞൂടെ. കാരണം എന്ന് വെച്ചാൽ അത്ര അതിമനോഹരമായി സ്വർഗത്തിലെത്തിയ പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നണത്. ശരിക്കും പറഞ്ഞാൽ അത്രക്ക് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഹത്ത എന്ന് പറയണത്. ഹത്ത മസ്ജിദ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കണ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് മാത്രമേ ഉള്ളൂ, ഈ ഒരു മ്യൂസിയം മാത്രമേ ഉള്ളൂ. അടിപൊളി വൈബ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ മസ്ജിദ് മ്യൂസിയം കണ്ടിറങ്ങിയിട്ട് നമ്മൾ നേരെ നടക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിൽ ഇപ്പുറത്ത് എന്നാലേ കാണുള്ളൂ. അപ്പം നേരെ നമ്മൾ വണ്ടിയിലേക്കാണ് പോണത്. മസ്ജിദ് മ്യൂസിയത്തിൻ്റെ അവിടെ നിന്ന് രണ്ട് പീരങ്കി ഇരിക്കുന്നത്. പക്ഷേ വെയിലുണ്ടല്ലേ, പക്ഷെ ചൂടറിയാനല്ലോ. എനിക്ക് സൺഗ്ലാസ് വേണം. അത്ര വലിയ ചൂടില്ല. അല്ല, ഈ സമയമായതുകൊണ്ടായിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇനി അടുത്തേക്ക് പോകണമെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കാണ്, ഡാമിലോട്ടായിരിക്കും. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ വലിയ വണ്ടിയിൽ നിന്ന് ചെറിയ വണ്ടിയിലോട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യും. അപ്പൊ നമ്മളെ വണ്ടി എടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ എല്ലാവർക്കും മസ്ജിദ് മ്യൂസിയം എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളി സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്കാണ് പോകാൻ പോണത്. ആ ഒരു അടിപൊളി സ്ഥലത്തേക്ക് തന്നെയാണ് പോകാൻ പോണത്. അതിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വ്ളോഗിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.